നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചികിത്സയ്ക്കെത്തിയിട്ടുള്ള യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. തന്റെ ചികിത്സയിലൂടെയാണ് യുവാവിന്റെ അസുഖം മാറിയത് എന്നുള്ള സന്തോഷം, അതിനേക്കാൾ ഉപരി യുവാവിന്റെ മാറ്റം, ഇതൊക്കെ തുടർന്നാണ് വിവാഹം കഴിച്ചതെങ്കിലും ഇന്ന് ആ യുവതിക്ക് ഈ ഒരൊറ്റ വിവാഹം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് യുവാവിന്റെ അസുഖങ്ങളൊക്കെ മാറിയതിനു ശേഷം കടുത്ത ഗാർഹിക പീഡനമാണ് യുവതിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ മാനസിക പീഡനത്തെ തുടർന്ന് 33 വയസ്സുകാരിയായിട്ടുള്ള യുവതി ജീവനൊടുക്കിയിരിക്കുകയാണ്. ബെഞ്ചാര ഹിൽസിലാണ് സംഭവം നടക്കുന്നത്. ഹൈദരാബാദിലെ ബെഞ്ചാര ഹിൽസിലാണ് ഇങ്ങനെയൊരു ഡോക്ടർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ബെഞ്ചാര ഹിൽസിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ രഞ്ജിതയാണ് തന്റെ ഭർത്താവിന്റെ മാനസിക പീഡനം കൊണ്ട് മരിക്കേണ്ടി വന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രോഹിത് എന്ന് പറയുന്ന യുവാവ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് ഇവർ തമ്മിൽ അടുപ്പത്തിലായത്. രഞ്ജിതയുടെ ചികിത്സയിൽ രോഹിത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രോഹിത്തും രഞ്ജിതയും പ്രണയത്തിലായത്. ഇത് പിന്നീട് വീട്ടുകാരറിഞ്ഞു. ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ രഞ്ജിത ജോലിക്ക് പോകുന്നതിന് രോഹിത് വിലക്കിയതോടെയാണ് പ്രശ്നങ്ങൾ മാറിമറിഞ്ഞത്. കിട്ടുന്ന ശമ്പളം മുഴുവൻ ഡോക്ടറായ രഞ്ജിത ദൂർത്തടിച്ചു കളയുകയാണ് എന്നാണ് ഭർത്താവായിട്ടുള്ള രോഹിത്തിന്റെ കുറ്റപ്പെടുത്തൽ. ഇതേ തുടർന്നാണ് ആശുപത്രി ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഹൈദരാബാദിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ഇന്റർനാഷണൽ സ്കൂളിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റായിട്ട് രഞ്ജിത ജോലിയിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ ഈ ജോലിയും രോഹിത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജോലിക്ക് പോകണ്ട എന്നുള്ള സമ്മർദ്ദമുണ്ടായി. ഇതോടെ ഇയാൾ ഭാര്യയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് രഞ്ജിതയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിത്തും കുടുംബവും യുവതിയോട് പണം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്നും അത് കൊടുക്കാതിരുന്നാൽ മർദ്ദിക്കുകയാണ് ഉണ്ടാകുന്നത് എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. രോഹിത്തിന്റെ മാതാപിതാക്കളും സഹോദരനും ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ രഞ്ജിത കടുത്ത മാനസിക പ്രയാസത്തിലേക്ക് പോവുകയും ചെയ്തു. ജൂലൈ 16-നാണ് പിന്നീട് അമിത അളവിൽ ഉറക്ക ഗുളിക കഴിച്ച രഞ്ജിത ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നുവെങ്കിലും രഞ്ജിതയുടെ കാര്യത്തിൽ അതുണ്ടായില്ല എന്നുള്ളതാണ്. രഞ്ജിത മരണപ്പെട്ടു. സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ള രഞ്ജിത ജൂലൈ 28-ന് 4 നില കെട്ടിടത്തിലെ ബാത്റൂം ജനലിലൂടെയാണ് ചാടിയത്. ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ രഞ്ജിതയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. യുവതിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് രോഹിത്തിനും കുടുംബത്തിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അവസാനമില്ലാതെ തുടരുകയാണ് നമ്മുടെ രാജ്യത്തെ ഗാർഹിക പീഡനം എന്നുള്ളതാണ് ഈ ഒരു വാർത്ത കൂടെ വ്യക്തമാക്കുന്നത്. ഇതിപ്പോൾ ഹൈദരാബാദിലാണെങ്കിൽ ഇന്ന് കേരളത്തിലും സമാന രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഓരോ ദിവസവും ഒന്നിലധികം വാർത്തകളാണ് ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളും അല്ലെങ്കിൽ മരണങ്ങളും ആത്മഹത്യകളുമായിട്ട് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കാസർഗോഡ് കുമ്പളിയിൽ 20കാർക്ക് നേരെ അതിശക്തമായിട്ടുള്ള ഒരു ഗാർഹിക പീഡനമുണ്ടായി. അതിന്റെ പേരിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ കേസ് കൊടുത്തു എന്നാണ് ആ സംഭവത്തിൽ വ്യക്തമാകുന്നത്. യുവതിയുടെ ഭർത്താവ് ഫിറോസ്, പിതാവ് മുഹമ്മദ്, രണ്ടാനമ്മ എന്നിവർക്കെതിരെയാണ് സംഭവത്തിൽ കേസ് കൊടുത്തത്. കുമ്പള, ആദൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് അബോധാവസ്ഥയിലായ യുവതിയെ നാട്ടുകാർ കണ്ടെത്തുന്നത്. ഉടൻ നാട്ടുകാർ ചേർന്ന് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിൽ നിറയെ മുറിവുകൾ കണ്ടെത്തിയത്. ഭർത്താവും ബന്ധുക്കളും തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പിന്നീട് പോലീസിനോട് യുവതി വ്യക്തമാക്കുകയായിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മക്കൾക്ക് മുന്നിലിട്ട് ഭാര്യയെ കുത്തിക്കൊന്ന് തന്റെ വൈരാഗ്യം തീർത്ത മറ്റൊരു ഭർത്താവിന്റെ കഥയും ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. മക്കൾക്ക് മുന്നിലിട്ട് ഭാര്യയെ കുത്തിക്കൊന്നതിന് പിന്നാലെ മീശ വടിച്ച് മൊബൈലും ഉപയോഗിച്ച് മുങ്ങിയ ഭർത്താവാണ് ആ ഒരു കഥയിലെ വില്ലൻ. എന്തായാലും അയാളെ പോലീസ് പിടികൂടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭാര്യയെ വയറിന് കുത്തി കുടൽമാല പുറത്തെടുത്ത ശേഷം രൂപം മാറി മുങ്ങിയിട്ടുള്ള ഭർത്താവിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട പുല്ലാടാണ് അങ്ങനെയൊരു സംഭവം നടക്കുന്നത്. ഭാര്യയെ കുത്തിക്കൊന്ന് ഒളിവിൽ പോയ പ്രതിയെ 4-ാം ദിവസം പോലീസ് പിടികൂടുകയായിരുന്നു. തിരുവല്ല നഗരത്തിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് ജയകുമാറെ പിടികൂടിയത്.
സംശയത്തെ തുടർന്ന് ഭാര്യ ശ്യാമയെ കൊലപ്പെടുത്തിയ പ്രതി ഭാര്യാപിതാവിനെയും ബന്ധുവിനെയും ആക്രമിച്ചിരുന്നു. മീശ വടിച്ച് രൂപം മാറ്റി മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് പോലീസിനെ വട്ടം കറക്കി ഒളിവിൽ കഴിഞ്ഞിരുന്ന ജയകുമാറാണ് ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുന്നത്. തിരുവല്ല നഗരത്തിൽ മേൽപ്പാലത്തിന് താഴെ നിന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടിയതെന്നാണ് വിവരം. പിടിയിലായപ്പോഴും പല കള്ളങ്ങളും ജയകുമാർ ആവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ആളുമാറിപ്പോയി എന്ന് ആദ്യം ശക്തമായി വാദിച്ചു. പിന്നീട് പിടിവീണ് എന്നും ഉറപ്പായതോടെ സ്റ്റേഷനിൽ കീഴടങ്ങാൻ വരികയായിരുന്നു എന്നുള്ള പ്രതികരണമായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പുല്ലാട് ആലുംതറയിലെ ഭാര്യ വീട്ടിൽ കുടുംബ കലഹത്തെ തുടർന്ന് ജയകുമാർ തന്റെ ഭാര്യയെ കൊല്ലുന്നതടക്കമുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ടത്. ഭാര്യ ശ്യാമയുടെ വയറ്റിൽ കുത്തി കുടൽമാല പുറത്താക്കിയിട്ട് ജയകുമാർ അക്രമം നടത്തി. തടയാൻ ശ്രമിച്ച ഭാര്യാപിതാവ് ശശിയെയും ബന്ധുവായ രാധാമണിയെയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 3 പെൺകുഞ്ഞുങ്ങളാണ് ജയകുമാറിന്. ഈ മക്കളുടെ മുന്നിൽ വെച്ചാണ് അതിക്രമം. മക്കളെ എത്തിയതോടെയാണ് രക്ഷപ്പെടുത്തിയത്. ഭാര്യയുടെ മേലുള്ള സംശയമായിരുന്നു ഈ ഒരു അതിക്രമത്തിന് പിന്നിലുള്ള കാരണമെന്നാണ് സൂചന. ജയകുമാറിന്റെ കുത്തേറ്റ ശശിയും രാധാമണിയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൊല്ലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി ഉപേക്ഷിച്ചെന്നാണ് മൊഴി. കോഴിപ്പുറം സ്റ്റേഷനിൽ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തായാലും പ്രതിക്കെതിരെ നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ് പോലീസ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഗാർഹിക പീഡനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും കേരളം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ വ്യക്തമാക്കുന്നത്.